നമസ്കാരം. ബെസ്റ്റ് വിഷസ് മലയാളം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിൽ മുസ്ലിം ലീഗിന് ശക്തമായ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സംസ്ഥാനത്തും കൊല്ലം ജില്ലയിലും UDF രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളുമായി സംസാരിക്കുന്നു. സ്വാഗതം. കാസർഗോഡ് നിന്നും തുടങ്ങിയ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര തുടരുകയാണല്ലോ. അത് UDF-ൽ മൊത്തത്തിൽ ആവേശം സൃഷ്ടിക്കുമോ? തീർച്ചയായിട്ടും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF-ന്റെ മുഴുവൻ നേതാക്കളുമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്ര സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോകും. ആ യാത്ര കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വളരെ വലിയൊരു മാറ്റം സൃഷ്ടിക്കും. നമുക്കറിയാം, കേരളം കഴിഞ്ഞ 10 വർഷമായി ഒരു ഗവൺമെന്റ് ജനദ്രോഹ നടപടികളുമായി തുടരുകയാണ്. ആ ജനദ്രോഹ നടപടികളിലെ ജനങ്ങളുടെ പ്രതിഷേധം മുഴുവൻ ആ ജാഥയിൽ അലയടിക്കും. ആ ജാഥ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ മുന്നൊരുക്കമായി തന്നെ തീർച്ചയായും ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ആണല്ലോ. അത് UDF-ന് ഗുണം ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുമ്പോൾ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇരുത്തം വന്ന ലീഡറാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കേരള രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായും VD സതീശൻ നമ്മുടെ പുതിയ തലമുറയിലെ ഒരു ലീഡറാണ്. പുതിയ തലമുറയ്ക്ക് വയബിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും ആ തലമുറകളിലെ വ്യത്യാസമില്ലാതെ അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവവും അദ്ദേഹത്തിന്റെ എല്ലാം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്ന ആളാണ്. ഏത് സാഹചര്യങ്ങൾക്കും അനുസൃതമായി നിൽക്കാൻ കഴിയുന്ന ഒരു ലീഡറാണ്. അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2 കോമ്പിനേഷൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ കട്ടായി കാര്യങ്ങൾ എടുക്കുകയും ആ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളതും, അപ്പൊ അതിനനുസരിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടെ അതിനോട് ചേരുമ്പോൾ, അതുപോലെ തന്നെ UDF-ന്റെ മറ്റ് നേതാക്കൾ, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കളായ KC വേണുഗോപാൽ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രമേശ് ജി, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, ഇവരൊക്കെ നമ്മുടെ ഒരു വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നന്മയെ ആഗ്രഹിച്ച് ഈ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള ഈ ജനദ്രോഹ സർക്കാരുകൾക്കെതിരെയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ UDF-ന്റെ ആ ഒരു ടീം UDF, അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കൊക്കെ പറഞ്ഞിരുന്നത്. ആ ടീം UDF സംസ്ഥാന തലത്തിൽ വളരെ നല്ല രീതിയിലും അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല റെസ്പോൺസിബിളും അതിന് കിട്ടുന്നുണ്ട്. ഒരു സംശയവുമില്ല. ആ കോമ്പിനേഷൻ, ആ ടീം സ്പിരിറ്റ് ഇപ്പൊ തന്നെ നമ്മൾ നിയമസഭയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും UDF കരുത്തരാവുകയാണ്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഓരോ കാര്യങ്ങളും നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനത്ത് ഒരു കൊള്ളയാണ് നടക്കുന്നത്. അപ്പൊ അവസാനമായി നമുക്കൊക്കെ ചിന്തിക്കാൻ ഒരു നമ്മളൊക്കെ വിശ്വാസികളാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ശബരിമലയിലെ ഒരു സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കത് മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഒരു പ്രശ്നത്തിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത്. പക്ഷെ അതിനെയൊക്കെ വെള്ളപൂശുകയും അതിനെയൊക്കെ സാധൂകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട്, അതെങ്ങനെയാണ് അവർക്ക് കഴിയുന്നതെന്ന് നമുക്ക് സംശയം തന്നെയാണ്. മുമ്പ് ഏത് കാലത്തെക്കാളും UDF ഇപ്പോൾ വലിയ ഐക്യത്തിൽ പോകുന്നതായി തോന്നുന്നു. അതിന് ലീഗ് വലിയ പങ്ക് വഹിക്കുന്നു എന്നതും ശരിയല്ലേ? തീർച്ചയായിട്ടും. അത് കാരണം UDF സൃഷ്ടിച്ചത് ലീഗാണ്. കഴിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് UDF-ന്റെ ശില്പി. കേരള രാഷ്ട്രീയത്തിൽ ആ UDF-ന്റെ ഒരു സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന നമ്മളുടെ ആ എല്ലാ സമുദായങ്ങളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പരസ്പരം ശത്രുതയില്ലാതെ കൊണ്ടുപോകുന്നതിന്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞത് UDF-ആണ്. അതനുസരിച്ചാണ് LDF പിന്നെ ഉണ്ടായത്. അപ്പൊ ആ UDF എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഒരു വലിയ അത് UDF എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി പോലെയാണ്. ആ മുന്നണിയുടെ മുസ്ലിം ലീഗ് പല വിട്ടുവീഴ്ചകളും പല കാര്യങ്ങളും ആ മുന്നണിക്ക് വേണ്ടി ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, പല രാഷ്ട്രീയ ലാഭങ്ങളും നഷ്ടങ്ങളും
ഈ കേരള രാഷ്ട്രീയത്തിൽ ലീഗിനുണ്ടായിരുന്നു. പക്ഷെ ആ നഷ്ടങ്ങളിലൊന്നും ലീഗ് UDF-നോടൊപ്പം പ്രത്യേകിച്ച് UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആണ് ലീഡ് ചെയ്തത്. ആ പാർട്ടിക്ക് ഉണ്ടായ ദുഃഖങ്ങളിലും സുഖങ്ങളിലും ഒക്കെ കൂടെ നിന്നിട്ടുള്ളതാണ് ലീഗ്. അത് ഞങ്ങളുടെ ഒരു കൾച്ചറാണ്, ഞങ്ങളുടെ ഒരു സംസ്കാരമാണ്, ഞങ്ങളുടെ ലീഡേഴ്സിന്റെ ക്രെഡിബിലിറ്റിയാണ്. നിങ്ങൾക്കറിയാം, പല രാഷ്ട്രീയ പാർട്ടികളും വന്നും പോയും ഒക്കെ UDF-ൽ നിന്നിട്ടുണ്ട്. പക്ഷെ ലീഗ് അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ലീഗാണ്. അത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ്, പൊതുസമൂഹത്തോടുള്ള, ഈ കേരളത്തോടുള്ള, നമ്മുടെ സംസ്ഥാനത്തോടുള്ള ക്രെഡിബിലിറ്റിയാണ്. അത് കേന്ദ്രത്തിലും കോൺഗ്രസിനോടൊപ്പമാണ് ലീഗ് എന്നും നിന്നിട്ടുള്ളത്. കാരണം അതിനകത്ത് കുറച്ച് ലീഗ് ചുമ്മാതെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ലീഗിന് ലീഗിൻ്റെതായിട്ടൊരു വിഷനുണ്ട്. ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് അടങ്ങുന്ന ഒരു മതേതര ഗവൺമെന്റിനെ ഇന്ത്യയെ കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ മറ്റൊരു, ഇപ്പോൾ നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്തുകളെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന, ജാതിയുടെയും വർഗവും മതവും ഒക്കെ പറയുമെങ്കിലും പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് നമ്മുടെ പൊതുമുതലിനെ, ഞാനും നിങ്ങളും ഈ നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ പൊതുമുതൽ, അതിനെ കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ രണ്ട് സ്ഥലങ്ങളിലുള്ളത്. അതിനെതിരെയുള്ള പ്രതിരോധമാണ് UDF. സംസ്ഥാന UDF നേതാക്കളുമായും പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായും വ്യക്തിപരമായ സൗഹൃദം പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് വിശദീകരിക്കാമോ? UDF നേതാക്കള്, പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളൊക്കെ ലീഡറാണ്, ഞങ്ങളെ ഗുരുസ്ഥാനീയനാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ അടുത്ത പുതിയ തലമുറയിലെ MSF-കാർക്കും ഏറ്റവും ചെറിയ കുട്ടികൾക്കും ഏറ്റവും മുതിർന്ന ആളുകൾക്കും മുസ്ലിം ലീഗിലെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ ഒരു ലീഡറാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. VD സതീശൻ ജി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പുതിയ തലമുറയോട് സംവദിക്കും. നമ്മുടെ സംസ്ഥാനത്ത് പുള്ളി എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിന്നെ ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും യാതൊരു വിധമായ സന്ധിയുമില്ലാതെ ഈ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ഈ സംസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വേണ്ടിയാണ് UDF. അത് എത്ര തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ തോറ്റാലും തെരഞ്ഞെടുപ്പ് തോൽവി വിജയവുമല്ല UDF-ന്റെ. ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ ഒരു വിഷനാണ് UDF. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ തലമുറ ലീഡറാണ്. അദ്ദേഹം ഞങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം MLA ആയിട്ടിരിക്കുമ്പോൾ പലപ്പോഴും MLA ഹോസ്റ്റലിലേക്ക് പോയി പുള്ളിയായിട്ട് സംവദിച്ചിട്ടുണ്ട്. നമ്മുടെ ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് KM ഷാജി സാഹിബായിട്ട് ഞാൻ പലപ്പോഴും അദ്ദേഹമായിട്ട് കണ്ടിട്ടുണ്ട്, ഇരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അനിൽ സാറ് കേരള ലോ അക്കാഡമിയിൽ എൻ്റെ അധ്യാപകനായിരുന്നു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ബന്ധമുള്ള അധ്യാപകനായിരുന്നു. ഒരു സാറ് എൻ്റെ ഗൈഡൻസിലാണല്ലോ. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാം VD സതീശൻ സാറിലോട്ടാണല്ലോ. അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ഒരു വലിയ ബന്ധമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, VD സതീശൻ സാറിന്റെ നിലപാടുകൾ നമ്മൾ പൊതുസമൂഹം പണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ കൃത്യതയാണ് അത് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ UDF-ലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ PJ ജോസഫ് സാറ്, അദ്ദേഹത്തിന്റെ മകനായിട്ട് ഞങ്ങളൊക്കെ ബന്ധമുണ്ട്. മാണി സാറുള്ളപ്പോൾ മാണി സാറിന്റെ മകനുമായിട്ടും ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പോകാറുണ്ടായിരുന്നു, ഇരിക്കാറുണ്ടായിരുന്നു, രാഷ്ട്രീയം സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ RSP ലീഡേഴ്സ്, പ്രേമേന്ദ്ര സാറാണ് ഞങ്ങളെയൊക്കെ ഒരു കൊല്ലത്തെ ഗൈഡൻസ്. അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ, കൊല്ലത്ത് തന്നെ KC രാജൻ ഞങ്ങളെ ഒരു പിതൃതുല്യനായ രാഷ്ട്രീയ നേതാവാണ്. അതുപോലെ DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാറ്, UDF-ൽ തന്നെ നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ കുറേ ആളുകൾ ഞങ്ങളെയൊക്കെ പാകപ്പെടുത്തുന്നതിലും ഞങ്ങളെയൊക്കെ നോക്കിക്കാണുന്നതിലും ഒരു വലിയ പങ്ക് വഹിച്ചു. UDF നേതാക്കൾ എപ്പോഴും ഞങ്ങൾക്ക് ഒരു ആവേശം തന്നെയാണ്. കൊല്ലത്തേക്ക് വന്നാൽ ജില്ലയിൽ UDF-ൽ ഐക്യം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ ഫലം കണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് കൊല്ലം കോർപ്പറേഷൻ തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ. കൊല്ലം കോർപ്പറേഷനിൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ ഇങ്ങനെ ഒരു വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വരുമെന്ന്? നമ്മളുടെ ആ ബന്ധത്തിലെ ഇടയെടുപ്പമാണ്. കോൺഗ്രസ് ഞങ്ങൾ UDF വളരെ നേരത്തെ തന്നെ അതിൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങി. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ അതിൻ്റെ സംവിധാനങ്ങൾ തുടങ്ങി. പ്രേമേന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ ജാഥ നടത്തി. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. ആ ഒറ്റക്കെട്ടായിട്ട് നിന്നിടങ്ങളിലെല്ലാം ഞങ്ങൾ വിജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ നഗരസഭയെ ഞെക്കിക്കൊന്ന വികസന മുരടിപ്പ് നടത്തിയ ആ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് കൊല്ലത്ത് കണ്ടത്. പിന്നെ ഇപ്പൊ കൊല്ലത്തിന്റെ അടുത്ത പഞ്ചായത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാല്, ഇപ്പൊ വയനാട് പഞ്ചായത്ത് എത്രയോ സ്വാതന്ത്ര്യം, എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് UDF വരുന്നത്.
പിന്നെ കുണ്ട്ര നിയോജകമണ്ഡലത്തെ പല പഞ്ചായത്തുകൾ ഇപ്രാവശ്യം UDF പിടിച്ചു. അത് ഞങ്ങളുടെ ഇപ്പം ലീഗ് ഞങ്ങളുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട്, RSPക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്, കേരള കോൺഗ്രസ്സുകൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. ചെറിയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള ഞങ്ങൾ ചെറുതും വലുതൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊണ്ടൊക്കുന്ന കാര്യങ്ങൾ ചെയ്താണ്. ഞങ്ങൾ ആ ടീമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കൊല്ലം ജില്ലയിൽ വലിയൊരു വിജയം ഉണ്ടാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDFന്റെ സാധ്യത എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും. UDF മുമ്പെങ്ങും അപ്പോൾ തന്നെ ഈ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, കോൺഗ്രസ് ആണ് കൊല്ലത്തെ ഏറ്റവും വലിയ പാർട്ടി. ലീഗിന് മുമ്പത്തെക്കാളും വലിയ വിജയം ഉണ്ടായി. ഞങ്ങളുടെ എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള മെച്ചം ഉണ്ടായി. പിന്നെ ഉറപ്പായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ UDF ശക്തമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 3 സീറ്റുകൾ തുച്ഛമായ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ആ സീറ്റുകൾ നമ്മൾ തിരിച്ചു പിടിക്കും. പിന്നെ അതേപോലെ തന്നെ ജയിച്ച കുണ്ട്രയും കരുനാഗപ്പള്ളിയും നല്ല 2 MLA-മാരാണല്ലോ. പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട PC വിഷ്ണുനാഥും CR മഹേഷും നമ്മളൊരു കൊല്ലത്തിൻ്റെ ഐക്കണാണ് അവർ. അപ്പോൾ അവരെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ലീഡർഷിപ്പാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ ഈ നിയമസഭയിൽ കൊല്ലത്ത് ഞങ്ങളുടെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ അഹങ്കാരമൊന്നും പറയാൻ തോന്നരുത്, മുഴുവൻ സീറ്റുകളും UDF ജയിക്കാനുള്ള ഒരു സാഹചര്യം കൊല്ലത്ത് ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ ലീഗിന് സീറ്റ് ഉണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് കൊല്ലം ജില്ലയിലാണല്ലോ മത്സരിക്കുന്നത്. അത് ചെറിയ വെച്ചുമാറ്റങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വവും UDFന്റെ നേതൃത്വമായിട്ട് സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് സീറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത് ഞങ്ങളുടെ നേതൃത്വം അത് നന്നായിട്ട് UDF-ആയിട്ട് നല്ല രീതിയിൽ തന്നെ, അവർക്കും മുസ്ലിം ലീഗ് കൊല്ലത്ത് ഒരു സീറ്റിൽ ഉണ്ടാകണമെന്ന് UDF-ലെ കോൺഗ്രസിനും ആഗ്രഹമുണ്ട്. അവരത് നല്ല രീതിയിൽ ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേർക്കും ജയിക്കാൻ കഴിയുന്ന ചില വെച്ചുമാറ്റങ്ങൾ ആവശ്യമാണ്. എല്ലാവർക്കും ജയിക്കാൻ കഴിയും. സ്ഥിരമായി ഒരു പാർട്ടി ഒരു സീറ്റിൽ മത്സരിക്കുക, പരാജയപ്പെടുക, അപ്പോൾ ചില വെച്ചുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ജയിക്കാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ, കൊല്ലം ജില്ലയിലെ കേരളത്തിൽ എവിടെയായാലും UDF-ന്റെ ഒരു കാൻഡിഡേറ്റ് വന്നാൽ അത് ഏത് പാർട്ടിയാണോ, അത് ഞങ്ങളുള്ള RSP ആണോ, കോൺഗ്രസ് ആണോ, പിന്നെ മറ്റു പാർട്ടികളോ, അതൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ആ ഒരു വിഷയം. ഇപ്പം നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് നിന്നല്ലേ. കോൺഗ്രസിന്റെ മുമ്പിൽ ഞങ്ങൾ വരാൻ ശ്രമിക്കില്ല. കൊല്ലം ജില്ലയിൽ ഞങ്ങളൊക്കെ ഏറ്റവും നല്ല സംഘടനാ സമിതികൾ കോൺഗ്രസിന് തന്നെയാണ്. അപ്പോൾ അവർ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നല്ല വിജയം ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെയും UDF-ന്റെയും വിജയത്തിന് സംഘടനാ പ്രവർത്തനം തുടങ്ങിയോ? തീർച്ചയായിട്ടും. നമ്മൾ ഇത്രയും നാളുകൾക്ക് മുമ്പേ തുടങ്ങി. നമ്മളെല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. ഇപ്പോൾ റീസെൻ്റ്ലി VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥയുമായി ബന്ധപ്പെട്ട് UDF കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടവും കൺവെൻഷനുകൾ നടക്കുകയാണ്, പഞ്ചായത്തിലെ കൺവെൻഷനുകൾ നടക്കുകയാണ്. ജാഥ കൊല്ലത്ത് വലിയ വിജയമാവും എന്ന് വിചാരിച്ച് പിന്നെ UDF-ന്റെ സംഘടനാ സ്ട്രക്ചറുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, വേറെ പ്രധാന ഘടകം UDF-ലേക്ക്, ഇപ്പോൾ ലീഗിലേക്കായാലും കോൺഗ്രസിലേക്കായാലും RSPയിലേക്കായാലും ഒക്കെ ഇടതുപക്ഷത്തിൽ നിന്നൊരു ഒഴുക്കാണ് നമ്മുടെ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം നേതാക്കൾ തന്നെ സ്വയം മനസ്സിലാക്കി UDF-ലേക്ക് വരികയാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വരികയാണ്. അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് സ്വീകരിക്കുക. ഇപ്പോൾ ആര് RSPയിൽ വന്നു, ആര് ലീഗിൽ വന്നു എന്നുള്ളതല്ല, കോൺഗ്രസിൽ വന്നു എന്നുള്ളതല്ല, ഞങ്ങളിൽ ഒരാൾ വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അത് സ്വീകരിക്കുകയാണ്. At Panama, we honor the legacy by choosing only the finest. Carefully hand-picked, harvested with patience, passion, and precision, ensuring every bite carries nature's true goodness. Because what nourishes the heart must travel across the world to reach your home. Great taste is not grown in haste. Panama. Harvesting with care. CPM നേതാവ് സുജാ ചന്ദ്രബാബു ഉൾപ്പെടെ ഈ അടുത്ത സമയം ലീഗിലേക്ക് വന്നു. ഇനിയും കൂടുതൽ നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. സുജാ ചന്ദ്രബാബു CPM-ന്റെ ഒരു ഉയർന്ന നേതാവാണ് നമ്മുടെ ജില്ലയിലെ. പിന്നെ അവര്
ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രമുഖയായ വനിതാ നേതാവാണ്. അവർ CPM എന്ന് പറഞ്ഞുകൂടാ, ഇത് ഇടതുപക്ഷത്തിലെ എല്ലാ മൊത്തത്തിലുള്ള നല്ലൊരു നേതാവായിരുന്നു. പക്ഷെ അവരും CPM മടുത്ത് അവർ പറഞ്ഞല്ലോ, അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു CPM വർഗീയ നിലപാടുകളോട് മടുത്തിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതാണല്ലോ, CPM വർഗീയത ഉണ്ടെന്ന് ഒരു മുസ്ലിം ലീഗിലേക്ക് വന്ന ഒരാള് പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ അത് ശരിയാണത്. അതിപ്പോ നമ്മൾ പലതും കാണുന്നതാണ്. ഞാനിങ്ങനെ സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നില്ല. അവരുടെ നിലപാടുകളിൽ അങ്ങനെ അവര് മനംമടുത്ത്, ഒരിക്കലും ഞങ്ങൾ ക്ഷണിച്ചതല്ല അവര് ഞങ്ങളിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വന്നു. ഞങ്ങളെ ലീഡേഴ്സിനെ പെട്ടെന്ന് തന്നെ അവർ ഞങ്ങളിലായി. ഞങ്ങളുടെ ഇപ്പൊ എല്ലാ പൊതുപരിപാടികളിലും അവരുണ്ട്. അവര് ഞങ്ങളുടെ ഒരു സഹോദരി, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നല്ല ടീം സ്പിരിറ്റിൽ ഞങ്ങളുടെ ടീമിൽ ഉള്ള ആളാണ്. ഇനി വരുന്ന സമയങ്ങളിൽ അവർക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിലേക്ക് അവർ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ജില്ലയിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു ഗിന്നസ് റെക്കോർഡിലുള്ള ഒരു ബാബ അലക്സാണ്ടർ ജേക്കബ് പുള്ളി ലീഗിലേക്ക് വന്നു. ഒട്ടനവധി ആളുകൾ ഇങ്ങനെ ഇപ്പോൾ സ്പെസിഫൈഡ് ആയിട്ട് ഒട്ടനവധി ആളുകൾ വരുന്നുണ്ട്. അത് കൂടുതൽ LDF നിന്നും, അതുപോലെ രാഷ്ട്രീയമില്ലാത്തവരും വരുന്നുണ്ട്. മറ്റു പാർട്ടികളിലൊന്നും അംഗമല്ലാത്ത ആളുകൾ ലീഗിന്റെ UDF ഈ നിലപാടുകളിൽ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ ആരും അങ്ങോട്ട് പോയി ക്ഷണിക്കാതെ അവർ നമ്മളെ ഇങ്ങോട്ട് വന്ന് കണ്ട് മെമ്പർഷിപ്പ് എടുത്ത് നമ്മളെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സ്വമേധയാ വരുന്നുണ്ട്. സന്തോഷകരമായ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം കൊല്ലം ജില്ലയിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കുന്നതായി തോന്നുന്നു. എന്താണ് സാറിന്റെ അഭിപ്രായം? ശരിയാണ്. ഞങ്ങളുടെ ലീഡേഴ്സ് ഇപ്പോ പല സംസ്ഥാന പരിപാടികളും മുമ്പത്തെ പോലെ അല്ല, കൊല്ലത്ത് വെച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ സംസ്ഥാന തലത്തിലുള്ള ജനപ്രതിനിധികളുടെ സംഗമം, മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി സംഗമം ഈ അടുത്ത സമയത്ത് ശ്രീനാരായണ സമുച്ചയത്തിൽ വെച്ച് നടന്നു. തെക്കൻ കേരളത്തിലെ ഒരു മലബാർ പോലെ ലീഗിന്റെ ലീഡർഷിപ്പ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. മുമ്പില്ല എന്നല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു യുവത്വത്തിന്റെ നേതൃത്വമാണ് ലീഗിൽ കൊല്ലത്ത്. അപ്പൊ ഞങ്ങളെ ഗൈഡ് ചെയ്യാനും ഞങ്ങൾക്ക് അതിന് എല്ലാം ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബും PMA സലാം, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബും, ഞങ്ങളുടെ MLA നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം കൺവീനിയൻ്റ് ആയിട്ട് ഇവിടെ മലബാറിലെ MLA പല പരിപാടികൾ വന്നു പോകുന്നു. അതെല്ലാം നമ്മളോടുള്ള ഒരു സന്തോഷവും ഇഷ്ടവുമാണ്. നമ്മുടെ ജില്ലയിൽ ഞങ്ങൾ ആത്മാർത്ഥമായി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും, മുസ്ലിം ലീഗ് എന്ന് പറയാൻ മുസ്ലിങ്ങൾ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പം ഞങ്ങളെ ഉള്ളിലേക്ക് വരുന്നത് ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിക്കാണ് ആൾ വരുന്നത്. നമ്മളുടെ ഇടയിൽ അങ്ങനെ ജാതിയോ മതമോ വർഗമോ ഒന്നും കാണാതെ മുസ്ലിം ലീഗ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതിന് തെളിവാണ്. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനാ കാര്യത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ബോഡിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിൽ ആലപ്പുഴ ജില്ലയിലുള്ള ശ്യാം സുന്ദർ, അദ്ദേഹം DYFIയുടെ സംസ്ഥാന ട്രഷററായിരുന്നു. അദ്ദേഹം തന്നെ ഞങ്ങളോട് വന്നിട്ട് 15 കൊല്ലത്തോളം ആവുന്നു. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉന്നതമായ ബോഡിയിലെ അംഗമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ എന്ത് ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ അടുത്ത് പ്രവർത്തിക്കുന്നത്. അവര് സത്യത്തിൽ അവരൊക്കെ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ലീഗുകാർ ഞങ്ങൾ തന്നെ പുറകിലാണോ എന്ന് സംശയമുണ്ട്. അത്രയ്ക്ക് അവരൊക്കെ ആത്മാർത്ഥമായി സംഘടന രംഗത്തുണ്ട്. സുജാ ചന്ദ്രബാബുവും ഒക്കെ അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കൊല്ലത്ത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം, വളരെ ഒരു വിനോദമുണ്ട്. നമ്മൾ ആശ്രാമത്തോളയം, അദ്ദേഹം ദളവാപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളായി റിട്ടയറായി. ഞങ്ങളോടൊരു 2 പതിറ്റാണ്ടായി അദ്ദേഹം എല്ലാ പരിപാടികളിലും ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ ഒരു സംഘാടകനായി ഞങ്ങളുടെ ലീഡർഷിപ്പിനോടൊപ്പം നിൽക്കുന്നതാണ്. അപ്പൊ അവരൊക്കെ ഞങ്ങൾ അങ്ങനെയാണ്. ഈ അകത്ത് കയറി കണ്ട് പരിചയപ്പെടാത്തതാണ് എല്ലാവരെയും പ്രശ്നം. എല്ലാവരും വെളിയിൽ നിന്ന് ഇങ്ങനെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഞങ്ങളിൽ വന്ന് കാണുന്നവർക്കൊക്കെ ഞങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാം. ട്രാൻസ്പെറന്റ് ആണ് ലീഗ്, ആർക്കും വരാം, എല്ലാവരെയും സഹായിക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ മറ്റ് സഹോദര സമുദായങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കും. അത് ഞങ്ങളെ അവർക്ക് വിശ്വസിക്കപ്പെടണം. അതുകൊണ്ട് അവരുടെയൊക്കെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയമൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്സാണ്. രാഷ്ട്രീയ പ്രവർത്തനം കൂടാതെ സാമൂഹ്യ രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതുകൂടി വിശദീകരിക്കാമോ? സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തുണ്ട്, മറ്റ് വലിയ അല്ല. പിന്നെ എൻ്റെ നാട്ടിലെ ഞങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റി മഹല്ല് സംവിധാനമാണ്, ജമാഅത്ത് എന്ന് പറയും. എൻ്റെ നാട്ടിലെ ഒരു ജമാഅത്തിൻ്റെ പ്രസിഡന്റാണ് ഞാൻ. കണ്ണനല്ലൂരിനടുത്ത് കുണ്ടുമണ്ണ് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്ത് അവിടെ ഒരു മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റാണ്.
പിന്നെ വിവിധ സംഘടനകളിൽ എല്ലാ കോമൺ ഈ സാംസ്കാരിക സമിതികളിലൊക്കെ പ്രവർത്തിക്കും. പിന്നെ ശ്രീനാരായണ ട്രസ്റ്റിലെ ഒരു മെമ്പറാണ്. അപ്പോൾ അത് വർഷം 30 വർഷത്തോളം മെമ്പറാണ്. അതിൻ്റെ പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുക്കും. പ്രത്യേകിച്ച് പിന്നെ അതുപോലെ NSSുമായി ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ കൂടുതലും ആ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവരാണ്. അവരുടെയൊക്കെ പൊതുപരിപാടികളിലൊക്കെ എന്നെ ക്ഷണിക്കും, ഞാൻ പോവും. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളോട് താല്പര്യമുണ്ട്. അത് നമുക്കറിയാലോ, അദ്ദേഹം ഒരു മതം, പക്ഷെ അത് നമ്മൾ അതിനെ വികലമാക്കാൻ ശ്രമിക്കുമ്പോഴും ആ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും പൊതുസമൂഹത്തിൽ വലിയ വിലയുണ്ട്. അതുകൊണ്ട് ആ പരിപാടികളിലൊക്കെ അത് ശ്രീനാരായണ ഗുരുദേവന്റെ പരിപാടികളിലൊക്കെ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലൊരു അംഗമായതിൽ സന്തോഷമുണ്ട്. ഒരു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Panama. Harvesting with care.